ഡോക്ടർ കെ.വി.എ. പ്രസാദ് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചൂട്ട് സിനിമയുടെ വിജയാഘോഷം ഇന്ന് 121 തിയേറ്ററിൽ നടന്നു. വടകരയും പരിസര പ്രദേശങ്ങളുമെല്ലാം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച സിനിമയിൽ 100ഓളം കലാകാരന്മാർ അഭിനയിച്ചു. എൻ്റെ ചൂട്ട് സിനിമ ഇന്ന് 32ാമത്തെ ദിവസമാണ്. അതായത് വളരെ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ജനകീയ സിനിമയാണ് നമ്മുടെ ഈ ചൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് കലാകാരന്മാരെ, നമ്മൾ സാധാരണ കാണുന്ന കലാകാരന്മാരെ, പിന്നെ സിനിമയിൽ അഭിനയിച്ച നടന്മാരെ എല്ലാം വെച്ചുകൊണ്ട് ജനകീയമായിട്ട് ഓരോരുത്തരോടും നമ്മൾ, അതായത് പണ്ട് ജോൺ അബ്രഹാം ചെയ്ത അതേ അവസ്ഥയിലാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോടും ചെറിയ ചെറിയ പൈസ മേടിച്ച് പിന്നെ അങ്ങനെയാണ്. അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നഞ്ചിയമ്മയുടെ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്, മുടിയനായ പുത്രൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പരിപാടികൾ വെച്ച് ചെറിയ ചെറിയ പൈസകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ നമ്മൾ പിന്നെ ഈ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് ഇപ്പം വൻ വിജയമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 100 പേരുണ്ട് ഈ സിനിമയിൽ. 100 പേരെ ഒന്നിച്ച് ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ എഫേർട്ട്. അത് ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അതായത് സാധാരണക്കാർ നല്ല നടന്മാരെ, നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള നടന്മാരെക്കാളും വലിയ നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ നടന്മാരെ കണ്ടെത്തുകയും അവരെ ബിഗ് സ്ക്രീനിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം. ഞാനത് നടത്തിക്കൊണ്ടേയിരിക്കും. സിനിമയിലേക്കുള്ള യാത്ര ഞാൻ 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. എൻ്റെ ഗർദ്ധവങ്ങൾ, മണ്ടമ്പരമു, ചൂട്ട്, കാഞ്ചനക്കൂട് മുതലായ ഒരുപാട് നാടകങ്ങൾ, പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ, ഒരു 10-20ഓളം പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. കലിംഗ തിയേറ്റേഴ്സിലായിരുന്നു ഞാൻ കുറേ വർഷം KT മുഹമ്മദിൻ്റെ കൂടെ. അങ്ങനെയാണ് ഞാൻ എനിക്കിതിനോട് വലിയ പാഷനായത്. അതായത് എനിക്ക് നാടകം എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഈ നാടകത്തിൽ നിന്ന് പിന്നെ ഒരു സിനിമ എടുക്കണമെന്ന് എൻ്റെ ഒരു മോഹമായിരുന്നു. അതായത് എൻ്റെ പിന്നെ അത് വളരെ കാലത്തെ ഒരു മോഹമായിരുന്നു. ആ സിനിമയാണ് ഞാനിപ്പോൾ യാഥാർത്ഥ്യമാക്കി കൊണ്ടിരുന്നത്. അതായത് ചൂട്ട് എന്ന അതിമനോഹരമെന്ന് ഞാൻ വിചാരിക്കുന്ന ഫിലിം 32 ദിവസം. ഇന്ന് മെയിൻ സ്ട്രീമിലുള്ള പടങ്ങളൊക്കെ 1-2 ആഴ്ച ഓടിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ പടം സർവേശ്വരൻ അനുഗ്രഹിച്ചിട്ട് നമ്മൾ പിന്നെ 32ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. വീണ്ടും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങോട്ട് വാ. ഫോൺ ചെയ്ത് തന്നെയാണോ ചെയ്യും? മോന്തിക്കുള്ള നിന്റെ പോക്കൊന്ന് നിർത്ത്. എന്താ കാര്യം പറ. സിനിമയുടെ വിജയാഘോഷ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സുരേഷ് ചെറിയാണ്ടി, മുൻ എടച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് B. കുഞ്ഞിക്കണ്ണൻ, സംവിധായകൻ KV.A. പ്രസാദ്, രാമചന്ദ്രൻ ചോറോഡ്, പ്രദീപ് കളരിപ്പിടി, നടി ലീല കോറോത്ത്, റീജ പ്രശാന്ത്, ഷൈനി, ശ്രീനി പതിയാരക്കര എന്നിവർ പങ്കെടുത്തു.